എറണാകുളം വൈപ്പിൻ കാളമുക്കിൽ അനധികൃതമായി പ്രവർത്തിച്ച മത്സ്യക്കടകൾ പൊളിച്ചു നീക്കി. ഹാർബർ വികസനത്തിന്റെ ഭാഗമായാണ് അനധികൃതമായി പ്രവർത്തിച്ച കടകൾ പൊളിച്ചു നീക്കിയത്. കടകൾ പൊളിക്കുന്നതിനെതിരെ കച്ചവടക്കാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. സ്ത്രീകൾ അടക്കമുള്ള പ്രതിഷേധക്കാർ JCB അടക്കം തടഞ്ഞാണ് പ്രതിഷേധിച്ചത്. എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യവിപണന കേന്ദ്രങ്ങളാണ് ഇന്ന് രാവിലെ 8 മണിയോടെ പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത്. JCB അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങളുമായി എത്തിയ ഉദ്യോഗസ്ഥരെ സ്ത്രീകളടക്കമുള്ള വഴിയോര കച്ചവടക്കാർ തടയുകയായിരുന്നു. ഇതോടെ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി. പോലീസ് അനുരഞ്ജന ചർച്ചകൾ നടത്തിയെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കാൻ സമരക്കാർ തയ്യാറായില്ല. ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് ഒരുങ്ങിയപ്പോൾ സ്ത്രീകളടക്കം JCB തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. ഈ പ്രദേശത്തോട് വരുന്നില്ല പോലീസുകാര്. ആൻസും കഞ്ചാവും ഞങ്ങൾ ചെയ്യാൻ പോവാ വന്നിട്ടാ നോക്കട്ടെ. ഞാനൊക്കെ സ്റ്റേഷനിലെ പോലീസുകാര് അപ്പോഴാണ് കാണാൻ പോകുന്നത്. വൈപ്പിൻ കാളമുക്ക് ഹാർബർ വികസനത്തിനായാണ് ഗോശ്രീ ജംഗ്ഷനിലെ ജിഡ ഭൂമിയിലെ താൽക്കാലിക കടകൾ പൊളിച്ചത്. ജിഡയുടെ ഉടമസ്ഥതയിലുള്ള 19 സെന്റ് ഭൂമിയിലെ 5 കടകളാണ് പൊളിച്ചു നീക്കിയത്. ഹാർബറിലേക്ക് വഴിയൊരുക്കുന്നതിനായിട്ടാണ് സ്റ്റാളുകൾ പൊളിച്ചു നീക്കുന്നത്. നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പൊളിക്കൽ തീരുമാനങ്ങളെന്ന് മത്സ്യ കച്ചവടക്കാർ പറയുന്നു. 2 ബോക്സ് കമത്തിയിട്ടിട്ട് കുറഞ്ഞ് ഈ ചാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 500-600 മണിക്കാശ് കിട്ടും. ഞങ്ങൾക്ക് കുടുംബം നോക്കാൻ പറ്റാണ്ട് ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ചുറ്റിയൊക്കെ അടിച്ചു കൊല്ലണോ? അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങണം. MDM കച്ചവടക്കാരനായിട്ടും കഞ്ചാവ് കച്ചവടക്കാരനെക്കാട്ടും ഞങ്ങൾ ഇറങ്ങണം. കളക്ടർ പറയട്ടെ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ കള്ള കച്ചവടം കഞ്ചാവ് കച്ചവടം ഒന്നും ചെയ്യണില്ല. ഞാൻ മാന്യമായ രീതിയിൽ മീനെടുത്ത് കച്ചവടം ചെയ്യണം. എനിക്കും കച്ചവടം ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ ദുനിയാവിൽ. അല്ലാണ്ട് അംബാനിക്കും യൂസഫ് അലിക്കും അവർക്കും മാത്രമല്ല കച്ചവടം. ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ കച്ചവടം ചെയ്യാന്നുള്ളൊരു കൊല്ലം കുറേയായി കുഴി കുത്തി കിടന്ന സ്ഥലം ഞങ്ങളാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. അന്ന് ഈ പഞ്ചായത്തും ഉണ്ടായില്ല, ജിഡ ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല. ഇതെല്ലാവരും കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ? നോട്ടീസ് ഒന്നും ഞങ്ങൾക്ക് തന്നില്ല. വലിയ കാര്യം കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർക്കൊന്നും തന്നിട്ടുണ്ടായില്ല. പെട്ടെന്ന് വന്നിട്ടാണ് ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞു വന്നത്. നിങ്ങൾ ഇവിടുന്ന് മാറുമോ? ഇവിടുന്ന് ഈ സ്ഥാപനം മാറില്ല. ഞങ്ങൾക്ക് വേറെ മാറാനുള്ള ഞങ്ങൾ നമ്മെ എടുത്ത് മാറ്റി വെക്കാനല്ലേ. പിന്നെ എന്ത് മാറാൻ? അവർക്ക് തടസ്സമൊന്നുമില്ല. പിന്നെന്താണ്? ആർക്കാണ് പിന്നെ നേരത്തെ നോട്ടീസ് കൊടുത്തത്? നോട്ടീസ് കൊടുത്ത് പറയും ഷെഡ്യൂളിലേക്കുള്ളവർക്കാണ് കൊടുത്തതെന്നാ പറഞ്ഞത്. വൻകിട കടകളൊന്നും പൊളിപ്പിക്കുന്നില്ല എന്നൊരു ആരോപണം. അത് തന്നെ. അതൊക്കെ പൊളിക്കണില്ലല്ലോ. അവരൊക്കെ റോഡിന് ഇതിന്റെ കാണാനൊക്കെ എടുത്തേക്കണ സർക്കാരിന്റെ സ്ഥലമാണ്. അത് കണ്ടില്ലേ? അത് കണ്ട ഇതൊക്കെ വഴിയായിരുന്നു. ഒരു സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തിയതിന് ശേഷം മാത്രം ഈ നടപടികളിലേക്ക് കടക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. സ്റ്റാളുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഇവിടെ നിന്ന് സ്റ്റാളുകൾ മാറ്റണമെങ്കിൽ സർക്കാർ ഒരു ഉപജീവന മാർഗം കണ്ടെത്തിത്തരാതെ ഒരടി പോലും മുന്നോട്ട് പോകില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. കടകൾ പൊളിച്ചു നീക്കിയെങ്കിലും താൽക്കാലിക സംവിധാനത്തിൽ ഇവിടെ തന്നെ മത്സ്യവ്യാപാരം നടത്തുമെന്ന് കച്ചവടക്കാർ പറഞ്ഞു. അതേസമയം ഒരാഴ്ച മുൻപ് സ്റ്റാളുകൾ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയെന്ന് ഹാർബർ അധികൃതർ വ്യക്തമാക്കി. ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, എളംകുളം ഗ്രാമപഞ്ചായത്ത്, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.